എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കും പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനുശേഷം അനി ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി പുറത്ത് പോയിട്ട് ഓടി വരുന്നത്. എന്നിട്ട് പറയുവാണ്, സാറേ ഇന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇന്നലെ രാത്രിയിൽ ഇവിടെ ഉരുൾ പൊട്ടിയിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് പോകാനുള്ള റോഡൊക്കെ ബ്ലോക്കാണ്, ഇനി അതൊന്ന് ശരിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ ഇനി ആ റോഡ് ശരിയാക്കിയല്ലേ ഏട്ടാ എന്ന് ചോദിക്കുമ്പം പട്ടാളക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഇനിയിപ്പം അവർ വന്ന് പെട്ടെന്ന് ശരിയാക്കുമായിരിക്കും, എങ്കിലും ഉച്ചയായാലും നിങ്ങൾക്ക് ഇവിടുന്ന് പോക്ക് നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. അന്നേരം വേറെ വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അനി. അന്നേരം അങ്ങനെ പറയും, വഴിയുണ്ട്, പക്ഷേ അത് കാടിൻ്റെ ഉള്ളിലൂടെയാണ്, അവിടെയൊക്കെ മരം വീണ് കിടക്കുക, ഇനിയിപ്പം റോഡ് ശരിയായാൽ തന്നെ ഉച്ച കഴിഞ്ഞ് വീണ്ടും മഴയൊക്കെ ആയിരിക്കും, അതുകൊണ്ട് റിസ്ക് ആണ് ഇന്നത്തെ പോക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ ടെൻഷൻ ആവുകയാണ് എനിക്ക്. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ അവളോട് പോകാൻ വേണ്ടി റെഡിയാകാൻ പറഞ്ഞായിരുന്നു, ഇനി എന്നാ ചെയ്യുന്നത് എന്ന് ചോദിച്ചു അനി അകത്തേക്ക് പോകുന്നു. ഈ സമയം നന്ദു പോകാൻ വേണ്ടി റെഡിയായി ഷൂ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അനി കയറി വരുന്നത്. നീ റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ ആ റെഡിയായി, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അനി പറയും ഈ സംഭവം. അന്നേരം ആകെ ടെൻഷൻ ആവുകയാണ് നന്ദുവിന്. എടാ ഞാൻ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തതാണ്, ഇന്ന് ലീവ് എടുത്തിട്ടില്ല, അതുപോലെ ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിലില്ല എന്നങ്ങനെ പറഞ്ഞാൽ ആകെ പ്രശ്നമാകും, ഇതിപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അനി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമുക്കറിയത്തില്ലായിരുന്നല്ലോ, ആ റോഡ് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് പോകാമെന്ന് പറയും. അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട്, എടാ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ, ഇങ്ങേര് പറയുന്ന പോലെ അല്ല, ഇനിയിപ്പം കിടന്നു പോകാൻ പറ്റുവാണെങ്കിൽ നമുക്കങ്ങ് പോകാലോ എന്ന് പറയുന്നു. അന്നേരം അനി ചോദിക്കും, നമുക്കിവിടെ വെക്കേറ്റ് ചെയ്തിട്ട് പോകണോ അതോ പോയിട്ട് തിരിച്ചു വന്നോ, എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അയാൾക്കറിയാലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്, അതുകൊണ്ട് നമുക്ക് അയാളോട് പറഞ്ഞിട്ട് പോകാം, അതാ നല്ലത്, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരോട് ഇവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, വീട്ടുകാരറിയാതെ വന്നതുകൊണ്ടാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇത്രയും ടെൻഷൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, നവീനേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിൻ്റെ കൂടെ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രശ്നമാകും, അങ്ങനെയല്ലായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാമായിരുന്നു എന്നൊക്കെ പറയുമ്പം അല്ലെങ്കിലും അവനാണല്ലോ പാര എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അനി. ഏതായാലും അവർ റെഡിയായി, ആ റോഡ് ശരിയായോ എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി രണ്ടുപേരും റെഡിയായി പോകും. അവിടെ ചെല്ലുമ്പോൾ അവിടെ കുറേ വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ടേ റോഡൊന്ന് ശരിയാകാൻ വേണ്ടി. അന്നേരം അവിടെ ഉള്ളൊരു ചേട്ടനോട് അനി ചോദിക്കും, ചേട്ടാ ഈ റോഡ് അടുത്തെങ്ങാനും റെഡിയാകുമോ എന്ന്. അന്നേരം അങ്ങനെ വരും, കുറേ സമയമെടുക്കും, അവിടെ നല്ല രീതിയിൽ പണിയുന്നുണ്ട്, ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ശരിയാകുമായിരിക്കും എന്ന് പറയും. അന്നേരം അനി അയാളോടും ചോദിക്കുന്നുണ്ട്, വേറെ വഴി എന്തെങ്കിലും ഉണ്ടോ ഇവിടുന്ന് അപ്പുറത്ത് കിടക്കാനെന്ന്. അന്നേരം വേറെ വഴിയൊന്നുമില്ല, ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണല്ലോ തകൃതിയായിട്ട് പണി നടക്കുന്നത്, ശരിയാകുമായിരിക്കും ഉച്ചയാകുമ്പോഴത്തേക്കും എന്ന് പറയും. അന്തേക്കും ആകെ ടെൻഷനായി തുടങ്ങി അനിക്കും നന്ദുവിനും. ഇനി എന്ത് ചെയ്യും, ഇന്നൊരു ദിവസം നമ്മളിവിടെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആകിയല്ല കാര്യങ്ങളൊക്കെ, നമ്മൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നതെന്ന് വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നമാകും എന്നൊക്കെ പറയുവാണ്. അന്നേരം അനു പറയുക, നമുക്കൊരു കാര്യം ചെയ്യാം, രാകേഷിനെയും വിഘ്നേഷിനെയും കൂടെ വിളിച്ചു വരുത്താം, അതാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടിയാണ് പോകുന്നതെന്ന് അറിഞ്ഞാൽ വലിയ പ്രശ്നമില്ല എന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കും, അതെങ്ങനെയാണ് അവരെ വിളിക്കുന്നത്, നമുക്ക് ഫോണ് റേഞ്ച് പോലും ഇല്ലല്ലോ ഇവിടെ, പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അന്നേരം അനു പറയും, എടി നമുക്ക് തിരിച്ചു പോകാം, അവിടെ ചെന്നിട്ട് ആ റിസോർട്ടിൽ നിന്ന് ലാൻഡ് ലൈൻ ഫോണുണ്ട്, അവിടെ നിന്ന് വിളിക്കാമെന്ന് പറയുന്നു. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇതാകെ ടെൻഷനായി, ഈ മാതിരി പണിക്കൊന്നും നിൽക്കണ്ടായിരുന്നു എന്ന്. അന്നേരം അനി പറയുവാണ്, ഇതെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് സേഫായിട്ട് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഇന്നലെ നമ്മളിവിടെ കഴിഞ്ഞത് നമുക്ക് നല്ലൊരു ഓർമ്മയായിരിക്കുമെന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇതുപോലുള്ള നല്ല ഓർമ്മകൾക്ക് വേണ്ടി നീ ഇനി എന്നെ വിളിച്ചേക്കരുത്, ഞാൻ വരികയില്ല എന്ന്. അന്നേരം അനി പറയും, ഞാൻ വിളിക്കുകയും ചെയ്യും നീ വരികയും ചെയ്യും, ഞാൻ വാശി പിടിച്ചാൽ നീ എൻ്റെ കൂടെ വരുമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. അന്നേരം നീ മിണ്ടാതിരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടേ നന്ദുവെ. ഏതായാലും അവർ വണ്ടി എടുത്ത് തിരിച്ചു പോരുക. അന്നേരം ഇവർ തിരിച്ചു വരുന്ന കാണുന്നതേക്ക് സെക്യൂരിറ്റി ദേ വരുന്നു രണ്ടെണ്ണം കൂടി, ഇതുങ്ങളോട് ഞാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞത് ആ റോഡ് ബ്ലോക്കാണ്, എന്നിട്ട് പോയി തിരിച്ചു വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിറുപിറുത്ത് നിൽക്കുവാണേ. ഏതായാലും വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അനി ചോദിക്കും, ചേട്ടാ വേറെ നിവൃത്തിയില്ല, ഈ റോഡ് ശരിയാകുമോ, എന്തെങ്കിലും ചേട്ടൻ അറിയാവോ എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞതല്ലേ രാവിലെ അത് ശരിയാകാൻ ഇത്തിരി സമയം എടുക്കുമെന്ന്, അത് ശരിയാകണമെങ്കിലും ഉച്ചവരെ സമയം വേണ്ടി വരും അവർക്ക്, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വീണ്ടും മഴയൊക്കെ ഉണ്ടാകാൻ സന്ധ്യയാകുമ്പോൾ, അതുകൊണ്ട് ഇന്ന് പോകുന്നത് ശരിയല്ല, ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഒരു ചിരിയോടെ പറയുവാണേ. അപ്പോൾ അയാളുടെ ഈ വഷളും ചിരിയും വർത്താനവും ഒന്നും നന്ദുവിന് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന്. അന്നേരം അങ്ങേര് പറയും, അത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളിവിടെ വന്നപ്പോൾ 12 മണിയായി, ഇന്നലെ ഒരു 2 മണി കഴിഞ്ഞപ്പോഴാണ് മഴയൊക്കെ തുടങ്ങിയത്, നിങ്ങൾ വന്ന സമയത്തായിരുന്നു ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പൊടി പോലും കിട്ടിയല്ലായിരുന്നു എന്ന് അങ്ങേര് പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, അത് നേരെ, അങ്ങനെ സംഭവിച്ചായിരുന്നേ എന്ത് ചെയ്തേനേടാ എന്നാ. അന്നേരം അനു പറയും, അങ്ങനെ സംഭവിച്ചാൽ എന്താ, നമ്മൾ രണ്ടുകൂടെ ഒരുമിച്ചല്ലേ മരിച്ചു വന്നേ, പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പം അങ്ങേര്, ഓ അത്രയും അസ്ഥിക്ക് പിടിച്ച പ്രേമമാണോ എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ചേട്ടാ അത്രയും ആഴത്തിലൊന്നും ചിന്തിക്കേണ്ട,
ചിന്തിച്ച് ക്ഷീണിക്കേണ്ട, അത് അതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നോട്ടെ എന്ന്. എന്നിട്ട് അത്രയും പറഞ്ഞിട്ട് നന്ദു അങ്ങ് കയറി പോയി കഴിയുമ്പം അനി അങ്ങേരോട് ചോദിക്കും, ആ പോയത് ആരാന്ന് ചേട്ടന് അറിയാവോ എന്ന്. അന്നേരം സാറ് പ്രേമിക്കുന്ന പെൺകുട്ടിയാണെന്നറിയാം, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നു. അന്നേരം അനി ചോദിക്കും, ഇവിടെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ എന്ന്. അന്നേരം ഒരു 3 കിലോമീറ്റർ കൂടെ അങ്ങ് പോകണം, അന്നേരമാണ് പോലീസ് സ്റ്റേഷൻ. എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ, പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള സ്ഥിതിക്ക് ഒരുപാട് അവളെ കളിയാക്കാനും അല്ലെങ്കിൽ ചിരിച്ച് ഒരു ആക്കുന്ന രീതിയിൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട, അത് ചേട്ടന് ക്ഷീണമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അനി അകത്തേക്ക് പോയി. അയാൾ കാര്യം മനസ്സിലാകാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അകത്ത് ചെന്നിട്ട് അവർ ലാൻഡ് ലൈനിൽ നിന്ന് രാകേഷിനെ വിളിക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ പൊന്മുടിയിലാണ് നിങ്ങളിങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ, രാവിലെ തന്നെ നിങ്ങൾ പൊന്മുടിക്ക് പോയോ എന്ന് ചോദിക്കും. രാവിലെ അല്ലടാ, ഇന്നലെ വൈകിട്ട് ഞങ്ങൾ വന്നതാന്ന് പറയുമ്പോൾ അവനും കളിയാക്കുവേ, വൈകിട്ടേ അങ്ങോട്ട് പോയോ എന്നൊക്കെ ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, എടാ ഞങ്ങളിവിടെ പെട്ടുപോയി, നിങ്ങൾക്ക് രണ്ടുപേർ കൂടി ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന്. അന്നേരം രാകേഷ് പറയും, എടാ ഞാനും വിഘ്നേഷും ഒക്കെ ഇത്തിരി തിരക്കില്ല, ഞങ്ങൾക്ക് ജോലി തിരക്കുണ്ടെന്ന് പറയുമ്പം നന്ദു പറയും ഫോൺ നന്ദുവിൻ്റെ കൈ കൊടുക്കാൻ. നന്ദു വിളിച്ചിട്ട് പറയാം, എടാ ഞങ്ങളിവിടെ കുടുങ്ങിക്കിടക്കുക, പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വാ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. രാകേഷ് ഫോൺ വെച്ച് കഴിയുമ്പം നന്ദു പറയുന്നുണ്ട്, അവന്മാർ വരാമെന്നാണ് പറഞ്ഞത്, അവർ വന്നാലും നമ്മളെങ്ങനെയാണ് അവരുടെ അടുത്തോട്ട് ചെല്ലുന്നത് എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, റോഡ് ഉച്ചയാകുന്നെങ്കിൽ ശരിയാകുമെന്നല്ല പറഞ്ഞത്, അവന്മാർ അപ്പുറത്ത് നിന്നാൽ മതി, നമുക്ക് അപ്പുറത്തേക്ക് റോഡ് ശരിയായി കഴിഞ്ഞാൽ അവരുടെ അടുത്തോട്ട് ചെല്ലാലോ, അത് കഴിഞ്ഞ് എന്താ വേണ്ടത് നമുക്ക് നോക്കാം, പിന്നെ വേറൊരു മാർഗം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ നന്ദി ചോദിക്കും, അതെന്ത് മാർഗ്ഗമാണ് എന്ന്. അന്നേരം അനി പറയും, ഏതായാലും അവന്മാർ വരട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന്. അന്നേരവും നന്ദുവിന് ടെൻഷനാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഇനിയിപ്പം നവീനേട്ടൻ വിവാഹ ആലോചനയായിട്ട് വന്നതുകൊണ്ട് അച്ഛനും അമ്മയും ഇനി വേറെ ഒരു കാര്യത്തിനും സമ്മതിക്കത്തില്ല, ഇനി ഞാൻ എന്നാ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നത്തെയും പോലെ അനി കുറേ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അനി പറയുന്നുണ്ട്, ഇതുപോലുള്ള യാത്രകൾ ഭയങ്കര സന്തോഷം നൽകുന്നതാണ് എന്ന്. അന്നേരം നന്ദു പറയും, ഇനി മേലാൽ നിൻ്റെ കൂടെ ഈ മാതിരി പരിപാടിക്ക് ഞാൻ വരത്തില്ല എന്ന്. അത് നന്ദു പറയുന്ന നേരെ അനിയുടെ കൂടെ എന്ത് കേസിന് പുറപ്പെട്ടാലും അവസാനം ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വള്ളിയാകാറുണ്ട്. പിന്നെ ഇവർ ഫുഡ് കഴിച്ചിട്ടില്ല, രണ്ടുപേർക്കും വിശക്കുന്നുണ്ട്. അന്നേരം ആ സെക്യൂരിറ്റി ചേട്ടൻ അങ്ങോട്ട് വരും. അന്നേരം അങ്ങേരോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന്. അന്നേരം അങ്ങേര് പറയും, വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്ത് വെക്കാതിരുന്നത്, ദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒരു ഓംലേറ്റ് കൂടെ ഇപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറയും. അന്നേരം അനി പറയും, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയോ, നല്ല വിശപ്പുണ്ടെന്ന്. അങ്ങേര് ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങ് പോയി കഴിയുമ്പോഴും നന്ദുവിന് ആകെ ടെൻഷനാണ്, എങ്ങനെയെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് പോകണം, ലീവ് എടുത്തിട്ടില്ല, ഇനി ലീവിൻ്റെ കാര്യം വിളിച്ച് പറയാം എന്ന് വെച്ചാൽ തന്നെ ഫോണിൻ്റെ അകത്ത് റേഞ്ചില്ല. ഇനി അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അനിയുടെ കൂടെ ഇവിടെ വന്ന് താമസിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ, അത് അതിനേക്കാൾ വലിയ നാണക്കേടാകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ, നീ എന്തിനാ ടെൻഷനാകുന്നത്, ഞാനില്ലേ നിൻ്റെ കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ മിണ്ടാണ്ടിരുന്നോ, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനോ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. ഈ സമയം ആദർശും നയനയും അതുപോലെ ദേവയാനിയും ഒക്കെ ആകെ ടെൻഷനിലാണ്. ഇവരെ കണ്ടു കിട്ടിയിട്ടില്ല, അനി ഫോൺ വിളിച്ചിട്ട് പോലുമില്ല വീട്ടിലോട്ട്, എവിടെയാണെന്ന് അറിയില്ല. എങ്കിലും അവർക്ക് നല്ല സംശയമുണ്ട് രണ്ടുപേരോട് ഒരുമിച്ചായിരിക്കും എന്നതിനെക്കുറിച്ച്. അന്നേരം നയന പറയുന്നുണ്ട്, ഈ സെയിം കാര്യം റിപ്പീറ്റഡ് ആട്ടോ, നവീനുമായിട്ടുള്ള കല്യാണം ആലോചിച്ചു, അതുകൊണ്ട് വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ്, അതിനെയും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഏതായാലും ദേവേനി പറയുന്നുണ്ട്, നന്ദുവും അനിയും തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ വേറെ കല്യാണമൊന്നും ആലോചിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. പിന്നെ ഇവിടെ ജാനകിയുടെ നിലപാടിൽ വലിയ മാറ്റമൊന്നുമില്ല, അവൾ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് അവരുടെ വിവാഹം നമുക്ക് നടത്തി കൊടുക്കാനും സാധിക്കത്തില്ല. അവൾ ഉറച്ചു നിൽക്കുവാണ്, ഇനി ഈ വിവാഹം നടന്നതിൻ്റെ പേരിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വേറൊരു സങ്കടമാവില്ലേ. ഏതായാലും അമ്മയെ കൊന്നിട്ട് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരാനൊന്നും അനി മുതിരില്ല എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്, ഇനി അവർ തമ്മിൽ ഒരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഇളയമ്മയുടെ വായിലിരിക്കുന്നതൊക്കെ ഞങ്ങളും കേൾക്കേണ്ടി വരുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നയനയുടെ ഫോണിലേക്ക് അവിടുത്തെ ലാൻഡ് ലൈനിൽ നിന്ന് നന്ദു വിളിക്കുന്നത്. അന്നേരം നീ എവിടെയാണ് മോളെ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടും കൂടി ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്, ഇപ്പം തിരിച്ചു വരാൻ പറ്റുന്നില്ല, ഇവിടെ മഴയൊക്കെ പെയ്ത് റോഡ് ബ്ലോക്കായി കിടക്കും, അതുകൊണ്ട് ഇവിടെ പെട്ടിരിക്കുക എന്ന് പറയുമ്പം, നീ ആരുടെ കൂടെ പോയത്, രാകേഷും വിഘ്നേഷും ഒക്കെ നിൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും. അന്നേരം അനി നിൻ്റെ കൂടെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് നന്ദു ഫോൺ വയ്ക്കും. ഫോൺ വെച്ച് കഴിഞ്ഞ് നയന ഈ കാര്യം ദേവയാനിയോടും ആദർശനോടും പറയും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അനി കൂടെ കാണും, അല്ലെങ്കിൽ അങ്ങനെ ഫോൺ വിളിക്കുമ്പം കാര്യം തുറന്ന് പറയാമല്ലോ, അപ്പോൾ അനി കൂടെ ഉണ്ടാകും എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നവീനുമായിട്ട് വിവാഹാലോചന വന്ന സ്ഥിതിക്ക് ഇങ്ങനെ അവർ യാത്ര ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ആദർശ് വന്ന് ആ നമ്പർ ഒന്ന് കാണിക്കാൻ പറയും. നമ്പർ കണ്ടു കഴിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇത് പൊന്മുടിയാണെന്നല്ലോ തോന്നുന്നത്, ഇനിയിപ്പോൾ അവർ രണ്ടുപേരുടെ പൊന്മുടിക്ക് കറങ്ങാൻ പോയോ എന്നൊക്കെ ചോദിക്കുന്നു. ആകെ ടെൻഷനാകും ഇവർക്ക്. ഏതായാലും ഫോണിലേക്ക് നമ്പർ ചെന്നതുകൊണ്ട് ഇവിടെ നിന്ന് നയനയോ ആദർശോ ആരെങ്കിലും തിരിച്ചു വിളിക്കുമെന്ന് നന്ദു പറയുന്നുണ്ട്. അന്നേരം
അന്നേരം നന്ദുവിനോട് അനി പറയും അവർ തിരിച്ചു വിളിക്കുവാണെങ്കിൽ തന്നെ നീ തന്നെ ഫോൺ എടുത്തോണം, എന്തെങ്കിലും പറഞ്ഞോണം എന്ന്. അന്നേരം നന്ദു പറയും ഞാൻ പറഞ്ഞാലും ശരിയായില്ല, നീ ആ സെക്യൂരിറ്റി ചേട്ടനോട് കാര്യങ്ങളൊക്കെ എന്ന് പറയും. അങ്ങനെ അനി അങ്ങേരെ വിളിക്കും. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് വിളിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ വിളിക്കുവാണെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് ഇവിടെ വന്നതെന്ന് ചേട്ടൻ പറയണം, പോകുമ്പം ചേട്ടനെ നല്ല രീതിയിൽ ഞാൻ കണ്ടോളാം എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാമല്ലോ സാറേ എന്നിങ്ങനെ പറയുവാണ്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതെങ്കിലും കറക്റ്റ് അവിടുന്ന് കോൾ വരുന്നു. അന്നേരം അങ്ങേരോട് എടുക്കാൻ പറയും. അങ്ങേരെ എടുത്തു കഴിഞ്ഞ് ഹലോ വെക്കുന്നതേ ആദർശ് ചോദിക്കും ഇത് എവിടെയാണ് എന്ന്. അന്നേരം ഇത് പൊന്മുടിയാണ് എന്ന് പറയുമ്പോൾ താൻ ആരാ എന്ന് ചോദിക്കും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട് ഈ പൊന്മുടിയിൽ ഒരു റിസോർട്ടുണ്ട്, അതിൻ്റെ സെക്യൂരിറ്റി നടത്തിപ്പുകാരനൊക്കെ ഞാനാണ് എന്ന്. അന്നേരം ആദർശ് ചോദിക്കും ഇന്നലെ അവിടെ ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടായിരുന്നോ, ആരെങ്കിലും വന്നായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് പിള്ളേർ വന്നായിരുന്നു എന്ന് പറയും. ഇത് സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത്. അയാൾക്ക് സംശയം തോന്നുന്നതൊക്കെ അനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനി കാണിച്ചു കൊടുക്കും 4 പേരെന്ന്. അങ്ങേര് പറയും 4-5 പേരുണ്ടായിരുന്നു എന്ന്. അന്നേരം ചോദിക്കും ആ കൂട്ടത്തിൽ അനിരുദ്ധ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നോ എന്ന്. അന്നേരം അങ്ങനെ പറയും അവരുടെ പേരൊന്നും ഞാൻ ചോദിച്ചില്ല സാറേ, ഏതായാലും 3-4-5 പേരുണ്ടായിരുന്നു. ഇവിടെ മഴയൊക്കെ പെയ്ത് റോഡ് ബ്ലോക്കായി കിടക്കുക, അതുകൊണ്ട് അവർ ഇവിടെ കുടുങ്ങി കിടക്കുവാണ്. മിക്കവാറും ഉച്ചയാകുമ്പോഴേക്കും റോഡ് ശരിയാകും, അവരിവിടുന്ന് പോരുമായിരിക്കും എന്ന് പറയുന്നു. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആദർശ് ഫോൺ വയ്ക്കും. ഫോൺ വെച്ച് കഴിയുമ്പോൾ എനിക്ക് സമാധാനമാകും. അനി അങ്ങേരോട് പറയുന്നുണ്ട് ചിലപ്പോൾ ഇനിയും വിളിക്കുമ്പം രാകേഷ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ് റൂം ബുക്ക് ചെയ്തതെന്ന് പറയണം കേട്ടോ എന്ന്. അങ്ങേരത് പറഞ്ഞോളാമെന്നും പറയുന്നു. ഏതായാലും അനിയും നന്ദും നല്ല ടെൻഷനിലാണ്. ഇനി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കിടക്കണം. അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.